ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂക്കള വിടാനായിട്ട് പൂവ് പറിക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് പൂരാടമാണ്. അതാണ്. അപ്പം ഞങ്ങൾ അതിന് പൂ പറിക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന പൂവൊക്കെ ഒന്നെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ കാണിയല്ല. ഞങ്ങളൊന്ന് തലയിൽ ചൂടാനായിട്ട് ഈ പൂവിൻ്റെ മുല്ലപ്പൂ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ട്. മുല്ലപ്പൂല്ല, അപ്പം മുല്ലപ്പൂ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ വഴി നീളം പോയിട്ട് ഞങ്ങൾ ആദ്യം കുറച്ച് സൂര്യകാന്തി പോലത്തെ പൂ കിട്ടിയിട്ടുണ്ട്. അത് കുറച്ച് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത പൂവിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കണ്ട് ചെമ്പരത്തി, അങ്ങനെ ചെമ്പരത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇത്തിരി കോളാമ്പി ഉണ്ട്. അപ്പോൾ കോളാമ്പിയും കൂടെ ഞങ്ങൾ പറിക്കുന്നുണ്ട് കേട്ടോ. നിറയെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് കോളാമ്പിയും പറിച്ചു. പിന്നെ ഇനി പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു പൂവും പറിച്ചു. ഈ പൂവിൻ്റെ പേരറിയാവുന്നൊരു വേണ്ടിയാണ്. അത് നമ്മൾ 2 കളറുണ്ട്, അത് 2 പറിച്ചിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കുറവായിരുന്നു, അത് കുറച്ച് പറിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ശംഖുപുഷ്പവും പറിക്കുന്നുണ്ട്. അടുത്തത് ഇവിടെ നിറയെ ഉണ്ടായിരുന്നത് അത് പറിച്ചു. പിന്നെ സൂര്യകാന്തി ഞങ്ങൾ ഇടക്ക് ചില സ്ഥലത്തു നിന്നൊക്കെ പറിക്കണുണ്ട്, നന്നായിട്ട് പിരിഞ്ഞു. പിന്നെ ഇത് നിറയെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറേ പറിച്ചു കേട്ടോ. കാക്കപ്പൂവാ, കിങ് ഫിഷറാ, അങ്ങനെ ഏതാണ്ടൊക്കെ വിളിക്കുന്ന പൂവാണിത്. അത് നമ്മൾ കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. അത് അധികം പറിച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനിയും കുറേ പറിക്കാനുണ്ട്. 2 കിറ്റിലും ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ നടക്കുന്നുണ്ട്. കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കയറുന്നുണ്ട് പൂ പറിക്കാം. പിന്നെ ഞങ്ങൾ കുറേ ഇത് പറിച്ചായിരുന്നു. അവിടത്തൊക്കെ നമ്മൾ സൂര്യകാന്തി ഇപ്പം നമുക്ക് പറയാം. അത് നമ്മൾ കുറച്ച് പറിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ പൂ തപ്പി നടക്കുകയാണ്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇത് പറിക്കുന്നുണ്ട്, ചെമ്പരത്തി. 2-3 കോളാമ്പിയും കൂടെ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് കേട്ടോ. പലതും ഇങ്ങനെ പൊക്കത്തിലായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ചാടി തന്നെ എല്ലാം പറിക്കണം. അങ്ങനെ അവിടെ നിന്ന് കുറച്ച്. പിന്നെ ഞങ്ങൾ ചതാവേലി കണ്ടിട്ട് പറിക്കാൻ പറ്റണില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു വീട്ടിൽ നിന്ന് കത്രിക വാങ്ങി അത് വെട്ടിയെടുത്തതാണ്. ഇത്രയും വേരോടെ പറിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച്. പിന്നെ ഒരു പശുവിനെ കണ്ടു കഴിച്ചു. പിന്നെ ഞങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നിറയെ ഇതുണ്ട് കേട്ടോ. അത് കണ്ട ആ ഒരു പൂ, അത് ഞങ്ങൾക്ക് മറ്റേ മുല്ലപ്പൂ പോലെ ചെയ്യാനായിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഒരു ഇത് കണ്ടത്. ബ്രഷ് പൂ എന്നാണ് ഞങ്ങൾ പറയണത്. കാരണം അത് ബ്രഷ് പോലെ സോഫ്റ്റാണ്. ബ്രഷ് പോലെ നമുക്ക് ഇങ്ങനെ മുഖത്തൊക്കെ നല്ല രസമാണ്. അത് ഞങ്ങൾ ചാടി കുറേ പറിച്ചു. ഒരു 6 എണ്ണം പറിച്ചു. അത് ഞങ്ങൾ എണ്ണിയാണ് പറിച്ചത്, ആവശ്യത്തിൽ പറിച്ചു. അങ്ങനെ അത് അത്യാവശ്യം എടുത്തിട്ടുണ്ട്. ഇതാണ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം എത്ര കിട്ടിയെന്ന്. ഇത് ഇത്രയും കിട്ടി, ഇതിലും ഇത്രയും കിട്ടിട്ടോ. എല്ലാവർക്കും